കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും, വിശ്വാസികൾ ചേർന്നുകൊണ്ടുള്ളൊരു സംവിധാനമായിട്ടാകും അത് മാറുക എന്ന്. അതെന്തിന്റെ സൂചനയാകാം? എക്സാക്ട്ലി. ഇത് 30 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചെയർമാനോ മറ്റോ ആയിരുന്നു ആ സമയത്ത്. അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഈ ദേവസ്വം സംവിധാനം, സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം സംവിധാനം ഒഴിവാക്കണം, വിശ്വാസികൾക്ക് ദേവസ്വം ഭരണത്തിൽ, ക്ഷേത്രഭരണത്തിൽ നിർണായകമായ പങ്ക് കിട്ടണം എന്നുള്ളത്. അന്ന് പക്ഷേ ആ നിലപാടിനോട് കേരളം യോജിച്ചിരുന്നില്ല കേട്ടോ. അന്ന് എന്തുകൊണ്ട് യോജിച്ചില്ല വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷേത്രങ്ങളുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു, അത് നമ്മുടെ സർക്കാരിൽ എത്തിച്ചേർന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ ദേവസ്വം സംവിധാനവും ഈ നിലയിൽ എന്താ പറയുക മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിയിരുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള ഒരു ദേവസ്വം സംവിധാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവരെ സംബന്ധിച്ച് പൊതുവിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ സംഘപരിവാരത്തിൻ്റെ കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമാണ് ഈ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണം കൊടുക്കണം എന്നുള്ളത്. ആ നിലപാടിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമ്മതി കിട്ടാനിടയാക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ദേവസ്വം ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി ഇത് വളരെയേറെ ഗുരുതരമായ സർക്കാരിന് എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സംഘപരിവാറിന് താക്കോൽ കൊടുക്കുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോവുക. അല്ല, ശ്രീ ചെക്കുട്ടിയുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല, അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ആര് എന്ന ചോദ്യമാണ് പ്രധാനം. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമയം കഴിഞ്ഞു. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷൻ ഇടവേള.